Xylem Learning. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിട്ടിവിസ് ആണ്. നമ്മൾ ഇതാ ബേസിക് സയൻസ് എക്സാമിന് അടിപൊളിയായിട്ട് ഉഷാറായിട്ട് തന്നെ പഠിക്കാൻ പോവുകയാണ് അല്ലെ. അപ്പൊ ഇതുവരെയുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ നിങ്ങളുടെ എല്ലാ ചാപ്റ്റേഴ്സും എല്ലാം ക്ലിയർ ഷീറ്റ് ആയിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ മെഗാ മാരത്തോൺ വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് വൈകുന്നേരം എല്ലാവരും എന്ത് ചെയ്യാൻ കറക്റ്റ് 7 മണിക്ക് വരിക. അപ്പൊ ഞങ്ങളെല്ലാം സെറ്റ് ആണ്. എല്ലാ മക്കളും ഫ്രണ്ട്സിനെ കൂട്ടി കറക്റ്റ് ടൈമിൽ തന്നെ വരിക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നമുക്ക് പഠിക്കാനുള്ളത് ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന, ഏറ്റവും കൂടുതൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് പാഠമാണ് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ടുവേർഡ്സ് 100-fold yield അല്ലെങ്കിൽ വിളയിക്കാം 100 മേനി എന്ന് പറഞ്ഞ ഈ ഒരു ചാപ്റ്റർ. അപ്പൊ ഈ ഒരു ചാപ്റ്റർ ഇതാ നമ്മൾ ഒറ്റയടിക്ക് പഠിക്കാൻ പോവാണ്. വളരെ ചുരുങ്ങിയ ടൈമിൽ എല്ലാവരും മിസ്സിന് കൂടെ തന്നെ പോരെ. ഓക്കെ, റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് തുടങ്ങാം. നമ്മുടെ കൃഷിയെ പറ്റിയും കൃഷി രീതികളെ പറ്റിയൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും ഈ ചാപ്റ്ററിൽ കാണുന്നത്. അപ്പൊ പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ എന്നിവ കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അല്ലെ? നമ്മൾ ഈ വെജിറ്റബിൾസും കാര്യങ്ങളും കൾട്ടിവേറ്റ് ചെയ്യുമ്പോൾ ഇതിനായിട്ട് എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരു കൃഷി ചെയ്യുമ്പോൾ, അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫെർട്ടൈൽ സോയിൽ, അതിന് വളരാൻ വേണ്ട നല്ല വളക്കൂറുള്ള മണ്ണ് നമുക്ക് ആവശ്യമാണ്. ഫലഭൂയിഷ്ഠമായ മണ്ണ് നമുക്ക് ആവശ്യമാണ്. രണ്ടാമത്തേതോ ക്വാളിറ്റി സീഡ്സ് ആൻഡ് പ്ലാന്റിംഗ് സീഡ്സ് അല്ലെ, പ്ലാന്റിംഗ് മെറ്റീരിയൽ, നല്ല തരത്തിലുള്ള അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ഗുണമേന്മയുള്ള വിത്തുകൾ അല്ലെങ്കിൽ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളത് വേണം നമ്മൾ ഉപയോഗിക്കാൻ. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേത് ഫേവറബിൾ ക്ലൈമറ്റ്. ഓരോ കൃഷി രീതികൾ, പല ടൈപ്പ് ഓഫ് കൃഷീസ് അല്ലെങ്കിൽ പല തരത്തിലുള്ള ധാന്യങ്ങളും നെൽപ്പാടങ്ങളും ഒക്കെ നമുക്കുണ്ട്. അതിനനുസരിച്ച് അല്ലെങ്കിൽ ഓരോ കൃഷിക്കനുസരിച്ചുള്ള ക്ലൈമറ്റ് നമ്മൾ അതിന് കൊടുക്കണം. മൂന്നാമതായിട്ടോ പ്രോപ്പർ ഇറിഗേഷൻ, നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ജലസേചനം കൊടുക്കണം. നല്ല രീതിയിൽ വെള്ളമൊക്കെ ലഭിക്കുന്ന സ്ഥലത്ത് വേണം എന്ത് കൃഷി ചെയ്യാൻ. അപ്പൊ ഈ ഒരു പോയിന്റ് ഓർത്ത് വെക്കുക. നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു സബ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന ഒരു ചോദ്യം കൂടിയാണ് എന്ത് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. അടുത്തത് സീഡ് ക്വാളിറ്റി. നമ്മളിപ്പോ പറഞ്ഞു എന്താണ് മക്കൾ ഈ വിത്തിന്റെ ഗുണമേന്മ അല്ലെങ്കിൽ വിത്ത് ഗുണം എന്ന് പറയുന്നത്. വിത്ത് ഗുണം 10 ഗുണം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പം സീഡ്സ്, അതായത് പ്ലാന്റ്സ് ഫ്രം വിച്ച് സീഡ്സ് ആർ കളക്റ്റഡ്, നമ്മൾ എവിടെ നിന്നാണോ പ്ലാന്റ്സ് കളക്ട് ചെയ്ത് അല്ലെങ്കിൽ പ്ലാന്റ്സിൽ നിന്ന് സീഡ്സ് കളക്ട് ചെയ്യുന്നത് അതിൽ നിന്ന് നോക്കുമ്പോൾ നല്ല ആരോഗ്യമുള്ള, ഒരു തരത്തിലും രോഗങ്ങളൊന്നും ബാധിക്കാത്ത പ്യുവർ ക്വാളിറ്റി ഉള്ള സീഡ്സ് നമ്മൾ എടുക്കണം. അതാണ് ഒന്നാമത്തേത്. ആരോഗ്യവും രോഗകീട വിമുക്തവുമായ ഒരു തരത്തിലുള്ള രോഗങ്ങളോ ഒരു തരത്തിലുള്ള കീടങ്ങളോ ഉള്ള ഒരു സീഡ്സ് നമ്മൾ എടുക്കാൻ പാടില്ല. രണ്ടാമത്തേത് മധ്യകാല ഫലങ്ങളിൽ നിന്ന് വിത്തെടുക്കണം. അതായത് നമ്മൾ വിത്ത് എടുക്കുന്നത് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് മസ്റ്റ് ബി കളക്റ്റഡ് ഫ്രം ഫ്രൂട്ട്സ് ദാറ്റ് ഫോം ഇൻ ദ മിഡ് സ്പാൻ. ഈ ഒരു മധ്യകാല അല്ലെങ്കിൽ മധ്യകാല ഫലങ്ങളിൽ നിന്ന് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? വിത്തുകൾ സെലക്ട് ചെയ്യാൻ. എങ്കിലേ നല്ല ഒരു പ്രോഡക്റ്റ് നമുക്ക് അല്ലെങ്കിൽ നല്ലൊരു ഈൽഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ. മൂന്നാമത്തേത് നല്ല ഉൽപാദന ശേഷിയുള്ളതായിരിക്കണം. ഹാവ് ഹൈ പ്രൊഡക്ടിവിറ്റി. നല്ലോണം എന്ത് ചെയ്യണം? ഫ്രൂട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഏതാണോ കൃഷി ചെയ്യുന്നത് നല്ലോണം അതിൻ്റെ നിന്ന് പ്രൊഡക്ടിവിറ്റി ഉണ്ടാകുന്ന അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ കഴിവുള്ള സീഡ്സ് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. ക്ലിയർ ആയോ? ഈ ഭാഗങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കേണ്ട പോയിന്റ് ആണ് കേട്ടോ. ഇനി എവിടെ നിന്നാണ് എപ്പോഴും വരും ഈ ഒരു ചോദ്യം? സബ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് നിങ്ങളോട് ഇത് ചോദിക്കുക. കാരണം സീഡ്സിനെ പറ്റി ചോദിക്കും. എന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ പ്രവർത്തനം 1 അല്ലെങ്കിൽ പ്രവർത്തനം 2 ചോദിക്കും. ഒരു ചെടിയുടെ ഏത് സമയത്തുള്ള വിത്തുകൾ നമ്മൾ എടുക്കണമെന്ന്. അതാണ് ഒരു ചെടിയുടെ മധ്യകാലത്തുണ്ടാകുന്ന അല്ലെങ്കിൽ മൂപ്പെത്തിയ, നമ്മൾ എപ്പോഴും എന്താണ് ഓരോ വിത്ത് നമ്മൾ ഈ കുഴിച്ചിടാൻ പോകുന്ന വിത്തൊക്കെ മൂപ്പെത്തിയ പാകമായ ഒരു ചെടിയിൽ നിന്നാണ് നമ്മൾ എടുക്കുക. അപ്പം സീഡ് ഷുഡ് ബി കളക്റ്റഡ് ഫ്രം ദി മിഡ് റൈപ്പ് ഫ്രൂട്ട് ഓഫ് ദ പ്ലാന്റ് അല്ലെ. ആ ഒരു പാകം എത്തിയ അല്ലെങ്കിൽ മൂപ്പെത്തിയ വിത്ത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? നടാൻ വേണ്ടിയിട്ട്, ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ എല്ലാ ചെടികളും വിത്ത് നട്ടാൻ ഉണ്ടാവുന്നത് അല്ല. എല്ലാ ചെടികളും വിത്ത് നട്ടിട്ടല്ല. ഏതൊക്കെയാണ് നോക്കിക്കേ. നമ്മുടെ വിത്ത് നട്ടുണ്ടാവുന്നതാണ് ചീര, മത്തൻ, വെണ്ട എന്ന് പറയുന്നത്. അതേസമയം കമ്പ് നട്ടുണ്ടാവുന്നതാണിത് കപ്പ, കപ്പ എന്ന് പറഞ്ഞാൽ ടപ്പിയോക്ക, അതുപോലെ കോവൽ, ഐവി ഗോർഡ്, മുരിങ്ങ, അതുപോലെ തന്നെ കിഴങ്ങ് നട്ടുണ്ടാവുന്നതാണിത് കാച്ചിൽ, ചേമ്പ്, ചേന എന്ന് പറയുന്നത്. ഇല നട്ടിട്ടുണ്ടാവുന്നതാണിത് ഇലമുളച്ചി, അതുപോലെ തന്നെ നിശാഗന്ധി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ഇതൊക്കെ എന്താണ്? ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അപ്പൊ ഏതൊക്കെയാണ് കിഴങ്ങ് നട്ടുണ്ടാവുന്നതാ, ഏതൊക്കെയാണ് ഇല നട്ടുണ്ടാവുന്നത് എന്ന് ക്വസ്റ്റ്യൻ വരുന്നതാണ്. അപ്പൊ കറിവേപ്പില, ഇഞ്ചി അതൊക്കെ ഓർത്ത് വെക്കണേ. കറിവേപ്പ്, ഇഞ്ചി, ഇലമുളിച്ചി, കുരുമുളക് ഓരോന്നിനും കമ്പ് നട്ടുണ്ടാവുന്ന ഏതാണ്, കിഴങ്ങ് നട്ടുണ്ടാവുന്ന ഏതാണെന്ന് വ്യക്തമായിട്ട് പഠിച്ചു വെക്കാം.
ഇനി മക്കളെ നമ്മൾ നോക്കാൻ പോകുന്നത് സസ്യങ്ങളിലെ ലൈംഗിക പ്രത്യുൽപാദനവും അതുപോലെ കായിക പ്രജനനവും, സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആൻഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. നമ്മളെ പോലെയല്ല പ്ലാന്റ്സിന് എന്ത് ചെയ്യാം, അസെക്ഷുവൽ ആയിട്ടും 2 ഡിഫറെന്റ് പാരന്റ് ഇല്ലാതെ തന്നെയും അവർക്ക് പുതിയ ഓഫ്സ്പ്രിങ്സിനെ അല്ലെങ്കിൽ ചെറിയ പുതിയ തൈകൾ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന്. അങ്ങനെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ വഴി കായിക പ്രജനനം വഴി ഉണ്ടാക്കിയെടുക്കുന്നതാണ് നമ്മുടെ ഈ പൊട്ടറ്റോ, അതുപോലെ ഇത് ബ്രയോഫില്ലം, പിന്നെ നമ്മൾ കാണുന്ന ഈ ജിഞ്ചർ, മഞ്ഞൾ, ഇഞ്ചി, മഞ്ഞളൊക്കെ. അപ്പം വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. യൂസിങ് പ്ലാന്റ് കട്ടിങ്സ് ടു റീപ്രൊഡ്യൂസ് പ്ലാന്റ്സ് ഫ്രം എക്സിസ്റ്റിംഗ് പ്ലാന്റ്. ഒരു പ്ലാന്റ്, ഓൾറെഡി ഉള്ള ഒരു പ്ലാന്റിന്റെ തണ്ടോ വേരോ ഇലയോ അങ്ങനെയുള്ള ഭാഗത്ത് നിന്ന് നമ്മൾ പുതിയ ചെടീനെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ കായിക പ്രജനനം എന്ന് പറയുന്നത്. അപ്പം ഒരു സസ്യത്തിന്റെ കായിക ഭാഗങ്ങളായിട്ടുള്ള വേര്, തണ്ട്, ഇല, ഭൂഖണ്ഡം, നമ്മളൊരു ലീഫ്, സ്റ്റെം അല്ലെങ്കിൽ റൂട്ട്, അതിൽ നിന്നാണ് പുതിയ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ പുതിയ ഓഫ്സ്പ്രിംഗ് ഉണ്ടാക്കുന്നതെങ്കിൽ അതാണ് എന്താ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് പുതിയ തൈകളെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ ഇനി ഇതല്ലാതെ എന്ത് ചെയ്യുന്നു, സീഡുകൾ, വിത്തുകൾ ഉപയോഗിച്ചാണ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നത്, കൃഷി ചെയ്യുന്നെങ്കിൽ അതെന്താണ്, അത് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ പ്ലാന്റ്സ് ആണ് അല്ലെങ്കിൽ ലൈംഗിക പ്രത്യുൽപാദനമാണ്. അപ്പൊ formation of seeds is sexual reproduction. Formation of new planets from parts like root, stem and leaf is called vegetative propagation. അപ്പം രണ്ടും മനസ്സിലാക്കി വെക്കുക. ഒരു വിത്തിൽ നിന്നാണ് പുതിയ ചെടി ഉണ്ടാവുന്നത് എങ്കിൽ അതെന്താണ്, അത് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ്. ഇനി ഇലയോ വേരോ കാണ്ഡം അല്ലെങ്കിൽ സ്റ്റെം, റൂട്ട്, ലീഫിൽ നിന്നൊക്കെയാണ് ഉണ്ടാവുന്നതെങ്കിൽ അത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആണ്. അപ്പൊ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ നമ്മൾ ഡിഫറൻസ് മനസ്സിലാക്കി വെക്കുക. എക്സാമ്പിൾസ് ഇതാ ലേഡീസ് ഫിംഗർ, പംകിൻ, അമരാന്തസ്, വെണ്ട, പയറ്, മത്തൻ, ചീര ഒക്കെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ വഴിയാണ്. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ വഴി ഉണ്ടാവുന്നതാണ് എന്ത്, നമ്മുടെ ചേന, ചേമ്പ്, പിന്നെ ഇതാ മധുരക്കിഴങ്ങ്, കറിവേപ്പ്, ശ്രീവാവ്, കോവല്, ലിറ്റിൽ ഗാർഡ്, ഇതൊക്കെ എന്താണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ വഴി ഉണ്ടാവുന്നതാണ്. അപ്പം അത് സെറ്റ് ആയിട്ടുണ്ടല്ലോ മക്കളെ. ഇനി seedlings that have all properties of this name and bear fruits quickly. What to mean? You have learned that fruits and seeds are produced by pollination. അല്ലെ, സെക്ഷുവൽ റീപ്രൊഡക്ഷനില് 2 പാരന്റ്സ്, അതായത് ഒരു പുരുഷലിംഗവും ഉണ്ടാകും, ഒരു സ്ത്രീലിംഗവും അല്ലെങ്കിൽ മെയിൽ ആൻഡ് ഫീമെയിൽ പാർട്ട്നേഴ്സ് തമ്മിൽ ജോയിൻ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ഫ്ലവർ ഉണ്ടാവുകയും അവിടെ നിന്ന് പുതിയ ഫ്രൂട്ടും സീഡൊക്കെ ഉണ്ടാവുന്നത്. അതിന് ഒരു പോളൻ ഗ്രെയിന് മറ്റൊരു പ്ലാന്റിലേക്ക് എത്താൻ അവരെ സഹായിക്കുന്നത് പോളിനേഷൻ വഴിയാണ് അല്ലെങ്കിൽ പരാഗണൻ വഴിയാണ്. ഇനി what if the stem of plant sprouts to make a new plant? ഒരു സ്റ്റെം അല്ലെങ്കിൽ കാണ്ഡത്തിൽ നിന്ന് പുതിയൊരു ചെടി ഉണ്ടാവുകയാണെങ്കിൽ അത് എന്ത് തരത്തിലാണ്, അത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആണ്, കായിക പ്രജനനമാണ്. അപ്പൊ സ്റ്റെം ഓഫ് സേജ്, ടപ്പിയോക്ക, സ്വീറ്റ് പൊട്ടറ്റോ, ഇതൊക്കെ എന്താണ്, ഈ ഒരു രീതിയിലാണ് ജെർമിനേറ്റ് ചെയ്യുന്നത്. അപ്പം വാട്ട് ക്യാൻ ബി ഡൺ ടു പ്രൊഡ്യൂസ് പ്ലാന്റ്സ് ദാറ്റ് ഹാവ് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഓഫ് ദിസ് പ്ലാന്റ് ആൻഡ് പ്രൊഡ്യൂസ് ഗുഡ് ഫ്രൂട്ട്. അല്ലെ, നമുക്കിപ്പം ചെടികൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട്, ഇപ്പൊ നമുക്ക് പറയുന്ന, ഇപ്പം നമ്മൾ എടുക്കുന്ന ഒരു ചെടി എന്ന് വിചാരിച്ചോ, ആ മുല്ല നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവുന്നില്ല, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഗുണമുള്ളതിനെ ഈ ചെടിയിലേക്ക് യോജിപ്പിച്ചു കൊണ്ടും എന്ത് ചെയ്യാം, കായിക പ്രജനനം നടത്താം. അങ്ങനെയുള്ള കുറച്ച് രീതികളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അതിലൊന്നാമത്തേതാണ് മക്കളെ ലെയറിംഗ് എന്ന് പറയുന്നത്. എന്താണ് ലെയറിംഗ് അല്ലെങ്കിൽ പതിവെക്കൽ എന്ന് നമ്മൾ പറയും. ലെയറിംഗ് അല്ലെങ്കിൽ പതിവെക്കൽ. ഇറ്റ് ഈസ് ദ പ്രാക്ടീസ് ഓഫ് പ്രൊഡ്യൂസിംഗ് പ്ലാന്റ്ലെറ്റ്സ് ബൈ കട്ടിംഗ് ആൻഡ് പ്ലാന്റിംഗ് ദ സ്റ്റെം ഓഫ് ആൻഡ് മദർ പ്ലാന്റ് ആഫ്റ്റർ ജനറേറ്റിംഗ് റൂട്ട്സ്. അതായത് നമ്മളൊരു മാതൃസസ്യം എടുക്കുന്നു, ആ മാതൃസസ്യത്തിന്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ചിട്ട് പുതിയ തൈകൾ ഉണ്ടാക്കുന്ന രീതി, ഇതിനെയാണ് നമ്മൾ പതിവെക്കൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കയ്യില് ഒരു ചെടിയുടെ എന്താണ് കാണ്ഡം എടുത്ത് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, വേര് മുളപ്പിക്കുകയാണ്. അപ്പൊ അതാണ് ഇവിടെ നമ്മൾ പറയുന്നത് മാതൃസസ്യം, ഒരു പാരന്റ് പ്ലാന്റ് നമ്മൾ എടുക്കുന്നു, അതിന്റെ കമ്പുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളൊരു ചെടിയുടെ വേരുകൾ മുളപ്പിക്കുകയാണ്, എന്നിട്ട് അത് മുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, പുതിയ ചെടിയായിട്ട് കൊണ്ടുവരുന്നു. അപ്പൊ അതിനെയാണ് ലെയറിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ നിങ്ങൾ കാണുന്ന എന്താണ്, ലെയറിംഗ് മെത്തേഡിന്റെ ഒരു ചിത്രമാണ്. ഇങ്ങനെയാണ് ലെയറിംഗ് മെത്തേഡ് ചെയ്യുക. നമുക്ക് വേണ്ട ഒരു ഗുണമുള്ള ഒരു ചെടീനെ വേറൊരു ചെടിയുമായി യോജിപ്പിച്ച് നമുക്ക് അതിൽ നിന്ന് എന്ത് ചെയ്യാം, പുതിയ ചെടീനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ അതിന്റെ ഘട്ടങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സ്റ്റേജ് 1, 2, 3 എന്ന് പറയുന്നത്. സെലക്ട് എ പെൻസിൽ സൈസ് സ്റ്റെം ഓഫ് ദ മദർ പ്ലാന്റ്. ബെറ്റർ ടു സെലക്ട് ഇറ്റ് ഫ്രം മെയിൻ സ്റ്റെം. നമ്മളൊരു മെയിൻ സ്റ്റെം എടുക്കുകയാണ്. മെയിൻ സ്റ്റെം എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, അതിനെ യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ സ്റ്റേജ് 1 നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, നമ്മളൊരു പെൻസിൽ സൈസ് ആയിട്ടുള്ള ഒരു മദർ പ്ലാന്റ് എടുക്കുന്നു, അതിലേക്ക് എന്ത് ചെയ്യുന്നു, ഒരു സെലക്ട് ചെയ്ത് മെയിൻ സ്റ്റെം സെലക്ട് ചെയ്യുന്നു, അതിലൊരു കട്ട് ഉണ്ടാക്കുന്നു. എന്നിട്ട് എത്ര സെന്റിമീറ്റർ കട്ടാണ്, 2 to 3 സെന്റിമീറ്റർ ലെങ്തിലുള്ള ഒരു കട്ട്, ഒരു 2 മുതൽ 3 സെന്റിമീറ്റർ കട്ട് ഉണ്ടാക്കുന്നു. പിന്നെ രണ്ടാമത്തെ ഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത്, അതിലേക്ക് നമുക്ക് വേണ്ട മണ്ണ്, ചാണകപ്പൊടി, ചകിരിച്ചോറ്, ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ജോയിൻ ചെയ്ത് വെക്കുന്നു. ആ ഒരു മിശ്രിതം എന്ത് ചെയ്യുന്നു, ഇതിലെ നനവോട് ഈ ഭാഗത്തോട് ചേർന്ന് നമ്മൾ കെട്ടിവെക്കാണ്, പോളിത്തീൻ ഷീറ്റ്
ഷീറ്റ് ഉപയോഗിച്ചിട്ട്. അങ്ങനെ പോളിത്തീൻ കവർ ഉപയോഗിച്ച് ഇത് കവർ ചെയ്ത് വെച്ചതിന് ശേഷം ഒരു 2 മാസം ഇതിന്റെ വളർച്ചയൊക്കെ കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, പതിവെച്ച ഭാഗത്ത് ധാരാളം വേരുകൾ ഉണ്ടായി കാണാം നമുക്ക്. അതിനുശേഷം ആ ഒരു റൂട്ടൊക്കെ സ്പ്രൗട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഇതിനെ വേറെ ഒരു ഗ്രോ ബാഗിലേക്ക് അല്ലെങ്കിൽ പോട്ടിലേക്ക് പ്ലാന്റ് ചെയ്ത് മാറ്റും. ഈ ഒരു മെത്തേഡാണ് ലെയറിംഗ്. ഇതിന്റെ സ്റ്റേജ് ഘട്ടങ്ങൾ എന്തായാലും പഠിച്ചു വെക്കേണ്ടതാണ്. ഇനി 2 തരത്തിലാണ് നമുക്ക് പതിവെക്കൽ പഠിക്കാനുള്ളത്. ഒന്ന് സെർപ്പന്റൈൻ ലെയറിംഗ്, അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം വായുവിൽ പതിവെക്കൽ, എയർ ലെയറിംഗും ഉണ്ട്, നാഗപതിവെക്കൽ സെർപ്പന്റൈൻ ലെയറിംഗും ഉണ്ട്. ഒന്നാമത്തേത് പേര, കശുമാവ്, സപ്പോട്ട, ഇതിലൊക്കെ ഉദാഹരണങ്ങൾ പഠിച്ചു വെക്കണം. കശുമാവ്, സപ്പോട്ട, റോസ ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, വായുവിൽ പതിവെക്കുന്നത്. നാഗപതിവെക്കൽ സെർപ്പന്റൈൻ ലെയറിംഗിൽ ബോഗൻവില്ല, മുല്ല, പിച്ചി, അതുപോലെ കുരുമുളക്, ഇതൊക്കെയാണ് ഇവിടെ വരുന്നത് നാഗപതിവെക്കലിൽ വരുന്നത്. അപ്പം കുരുമുളക് പോലെയുള്ള ചെടികളിൽ എന്താണ്, നീളമുള്ള ശാഖകൾ മണ്ണിൽ അടിയിലേക്ക് വളച്ചു വെച്ച് പല ഭാഗങ്ങളും ചെയ്യുന്നു. അപ്പൊ ആ രീതിയിലും എന്ത് ചെയ്യും, നമുക്ക് പതിവെക്കാൻ പറ്റും. അതാണ് നാഗപതിവെക്കൽ അല്ലെങ്കിൽ സെർപ്പന്റൈൻ ലെയറിംഗ് എന്ന് പറയുന്നത്. അപ്പം 2 തരത്തിലാണ് ലെയറിംഗ് ഉള്ളത്, അത് ഓർത്ത് വെക്കുക. മൾട്ടിപ്പിൾ സാപ്ലിങ്സ് എന്ത് ചെയ്യാം, ഒരൊറ്റ സാപ്ലിംഗ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് ഈ ലെയറിംഗിന്റെ ഒരു മറ്റൊരു അഡ്വാൻറ്റേജ്. അപ്പൊ ഇതിന്റെ ഒക്കെ എക്സാമ്പിൾസ് പഠിച്ചു വെക്കേണ്ടതാണ്. ഇനി ഈ ഒരു എന്തൊക്കെയാണ് ലെയറിംഗ് ചെയ്തെടുത്ത പ്ലാന്റിന്റെ ഗുണങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്, അതും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടതാണ്. എന്താണ് ബെനിഫിറ്റ്സ് ഓഫ് ദ മദർ പ്ലാന്റ്, നമുക്ക് എന്താണ് ക്വാളിറ്റി വേണ്ടത്, ആ ക്വാളിറ്റി നമുക്ക് കിട്ടും അല്ലെ. നമുക്ക് വേണ്ട ഒരു നല്ല ഇനം എടുക്കാൻ നമുക്ക് അതിൽ നിന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ലൈഫ് സ്പാൻ ആൻഡ് സൈസ് വിൽ ബി റെഡ്യൂസ്ഡ് അല്ലെ. അവിടെ മറ്റൊരു പ്രശ്നം എന്താണ്, ലൈഫ് സ്പാൻ കുറയും. ഫാസ്റ്റ് ഫ്ലവറിംഗ് ആൻഡ് ഫ്രൂട്ടിങ്, പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാവുകയും അവിടെ നിന്ന് എന്ത് ചെയ്യും, ഫ്രൂട്ട്സ് ഉണ്ടാവുകയും ചെയ്യും. അധികം ടാപ്പ് റൂട്ട് സിസ്റ്റം ഉണ്ടാവില്ല. ഇവിടെ എന്താണ് നമ്മൾ പറയുന്ന ഒരു പ്രധാന വേര്, ടാപ്പ് റൂട്ട് സിസ്റ്റം ഒന്നും കാണാൻ കഴിയില്ല. തായ് വേരുപടലം അല്ല ഉണ്ടായിരിക്കുക. അതുപോലെ കൂടുതൽ പരിചരണം ആവശ്യമാണ്. ഇവരെ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ നല്ലോണം ശ്രദ്ധിച്ച് തന്നെ വളർത്തേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാര്യം മനസ്സിലാക്കി വെക്കാം. ഇനി നമ്മുടെ കയ്യിൽ ഒരു നാടൻ മാവ് ഉണ്ട്, നമ്മുടെ അടുത്തൊരു വെറൈറ്റി ഉള്ള വേറൊരു മാവ് ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പൊ ഇതുപോലെ ഇതാ നീലം മാവ്, നാടൻ മാവ് അല്ലെ. അപ്പൊ 2 മാങ്ങ നമ്മൾ എടുക്കുമ്പോൾ പല വ്യത്യാസങ്ങളുണ്ട്. ഒന്നെന്താണ്, സൈസ് കുറവാണ്, താരതമ്യേന ചെറിയ മാങ്ങയാണ്. നമ്മൾ നീലം മാവ് നോക്കുമ്പോൾ വലിയ മാങ്ങയാണ്, ലാർജ് സൈസാണ്. അത് ഒന്നെങ്കിൽ പുളി ഉള്ളതുണ്ടാകും, മറ്റേത് നല്ല മധുരം ഉള്ളതാണ്. അപ്പം ഇതുപോലെ 2 ഇനങ്ങളെ തമ്മിൽ എന്ത് ചെയ്യാം, നമുക്ക് ജോയിൻ ചെയ്തിട്ട് ഒരു മാങ്ങേനെ അല്ലെങ്കിൽ ഒരു മാവ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ 2ാമത്തെ ടെക്നിക് ആയിട്ടുള്ള ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. എങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യാം, കമ്പൊട്ടിക്കൽ എന്നാണ് നമ്മൾ ഗ്രാഫ്റ്റിങ്ങിനെ പറയുന്നത് കേട്ടോ. ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ കമ്പൊട്ടിക്കൽ, അതായത് നമുക്ക് വേണ്ട ഒരു ക്വാളിറ്റി ഉള്ള ഒരു തണ്ട് എടുത്താൽ അതിലേക്ക് എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ കമ്പിനെ ചേർത്തൊട്ടിക്കുകയാണ്. അപ്പം നമ്മൾ റോസയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു റോസ ചെടിയിൽ പല കളർ റോസാപ്പൂക്കൾ ഉണ്ടാക്കാൻ പറ്റുന്നത് നമ്മളൊരു ചുവന്ന റോസേന്റെ തണ്ടിലേക്ക് വെള്ള റോസേന്റെ തണ്ടിനെ കൂട്ടി യോജിപ്പിച്ച് കെട്ടി വെച്ച് അതിൽ നിന്ന് 2ഉം കൂടെ ജോയിൻ ചെയ്ത് വളരുന്നതാണ്. അപ്പൊ അതാണ് ഈ കമ്പൊട്ടിക്കൽ പ്രക്രിയ അല്ലെങ്കിൽ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഗ്രാഫ്റ്റിംഗ് എന്താണ്, നമ്മൾ ഇപ്പം ഈ ഒരു വെറൈറ്റിയിൽ മാംഗോവിന്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ നമുക്കൊരു മൂവാണ്ടൻ വെറൈറ്റി എടുക്കാന്ന് വിചാരിച്ചോ. ഒരു 1 മന്തോ അല്ലെങ്കിൽ ഒരു ഇയർ പ്രായം, ഒരു 6 to 1 year പ്രായമുള്ളത്, അതിൽ നിന്ന് എന്ത് ചെയ്യാണ്, റൂട്ട് സ്റ്റോക്ക് നമ്മൾ എടുക്കുന്നു. അപ്പൊ ഒരു പ്ലാന്റിൽ റൂട്ടൊക്കെ ഉള്ളതിനെയാണ് നമ്മൾ സ്റ്റോക്ക് എന്ന് പറയുന്നത്. അത് എന്തായാലും ചോദിക്കുന്ന ചോദ്യമാണ്. നമുക്ക് വേണ്ട ക്വാളിറ്റിയിൽ നമ്മൾ എടുക്കുന്ന ചെറിയ പീസ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ സെയോൺ എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റെം സൈസിന് റൂട്ട് സ്റ്റോക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, എടുക്കുന്നു നീലം വെറൈറ്റിയിൽ. അതിനെ വേറൊരു നീലം വെറൈറ്റിയിൽ നമ്മൾ എടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സയോൺ എന്ന് പറയുന്നത്. അപ്പൊ make tapered cuts on both sides of the scion as shown in the figure. കണ്ടോ, ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൽ നിന്ന് ഷാർപ്പ് എൻഡിങ്സ് എടുക്കുന്നു, എന്നിട്ട് ആ ഗ്യാപ്പിലേക്ക് എടുത്ത് കയറ്റി വെക്കുന്നു, എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, റാപ്പിംഗ് ചെയ്യുന്നത്. അപ്പം ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് സാപ്ലിംഗ് ബൈ ജോയിനിങ് സ്റ്റെം ഓഫ് എ സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റ് വിത്ത് അനദർ പ്ലാന്റ് ദാറ്റ് ഹാസ് റൂട്ട്സ് ആൻഡ് ബിലോങ് ടു ദ സെയിം സ്പീഷീസ്. പ്ലാന്റ് ഹാസ് റൂട്ട് സെലക്ടഡ് ഫോർ ഗ്രാഫ്റ്റിംഗ്, ഇറ്റ് ഈസ് കോൾഡ് റൂട്ട് സ്റ്റോക്ക്, ആൻഡ് സ്റ്റെം വിച്ച് ഈസ് ജോയിൻഡ് ഈസ് കോൾഡ് സിയോൺ. അപ്പം നമ്മൾ എടുത്ത റൂട്ട് അടങ്ങിയ ഒരു പ്ലാന്റിനെ സ്റ്റോക്ക് എന്നും അതിലേക്ക് ജോയിൻ ചെയ്യുന്ന പ്ലാന്റ് ഏതാണോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സിയോൺ എന്നും പറയുന്നത്. അപ്പോൾ ഓർത്ത് വെക്കാം, ഗുണമേന്മയുള്ള ഒരു സസ്യത്തിന്റെ കമ്പ് അതേ വർഗത്തിൽപ്പെട്ട വേരോട് കൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച ഇനം തൈ ഉൽപ്പാദിപ്പിക്കുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കമ്പൊട്ടിക്കൽ അല്ലെങ്കിൽ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. മൂന്നാമത്തേതാണ് ബഡ്ഡിങ് അല്ലെങ്കിൽ മുകുളം ഒട്ടിക്കൽ എന്ന് പറയുന്നത്. അപ്പൊ ഇതും എന്താണ്, ഗുണമേന്മയുള്ള ഒരു സസ്യത്തിന്റെ മുകുളം നമ്മൾ ബഡാണ് ഇവിടെ എടുക്കുന്നത്, അതിനെന്ത് ചെയ്യുന്നു, വേരോട് കൂടി മറ്റൊരു സസ്യത്തിലേക്ക് ഒട്ടിച്ച് ചേർത്ത് വെക്കുകയാണ്. അപ്പൊ ഇവിടെ നമ്മൾ എടുക്കുന്നത് എന്താണ്, സ്റ്റെമ്മിന്റെ പാട്ടല്ല, ഒരു മുകുളം അല്ലെങ്കിൽ ഒരു ബഡാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ബഡ്ഡിങ് എന്ന് വിളിക്കുന്നത് കേട്ടോ.
ഇനി ഇവിടെ നമുക്ക് സ്റ്റേജസ് പഠിക്കാനുണ്ട്. ആദ്യം എന്താ ചെയ്യുന്നത്? ചൈസൽ ഓഫ് ബ്ലഡ് വിത്ത് ബഗ്സ് അല്ലെ, നമ്മളൊരു ബാർക്ക് അല്ലെങ്കിൽ ഒരു തണ്ടിന് ചെറിയ എന്താണ് നല്ല ഇനം പ്ലാവിന്റെ ശൈലിൽ നിന്ന് മുകളം തൊലിയോടുകൂടി എടുക്കുന്നു. അതിനെ എന്ത് ചെയ്യുന്നു? ചട്ടിയിലോ ഗ്രോ ബാഗിലോ വളർത്തിയ ഒരു നാടൻ ഇനത്തിൽപ്പെട്ട ഒരു പ്ലാവിലേക്ക് എന്ത് ചെയ്യുന്നു? റൂട്ട് സ്റ്റോക്കിലേക്ക് നമ്മൾ ജോയിൻ ചെയ്ത് വെക്കുന്നു. എന്നിട്ട് കണ്ടോ, ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു? തൊലി നീക്കിയ ഭാഗത്ത് പോളിത്തീൻ ടേപ്പ് വെച്ചിട്ട് കവർ ചെയ്യുന്നു. എന്നിട്ട് ആ മുകളം നന്നായിട്ട് വളരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? ആ സ്റ്റോക്കിന്റെ മുകൾ ഭാഗം നമ്മൾ വെട്ടിക്കളഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? ഇതിനെ നമ്മുടെ പറമ്പിലേക്കോ അല്ലെങ്കിൽ എവിടേക്കാണോ മാറ്റി വളർത്തേണ്ടത് അങ്ങോട്ടേക്ക് നമ്മൾ മാറ്റി വളർത്തുന്നു. അപ്പൊ ഇതും ഇവിടെയും എന്താണ് നമുക്ക് കാണാം? ഒരു റൂട്ടഡ് സ്റ്റോക്ക് പ്ലാന്റിലേക്കാണ് ബഡിനെ നമ്മൾ ജോയിൻ ചെയ്ത് വെക്കുന്നത്. ഇതാണ് ബഡിങ്. അപ്പൊ സ്റ്റെപ്പ് വൈസ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക. ഇവിടെ നിങ്ങൾക്ക് സ്റ്റെപ്പ് കാണാം. ഇതിന്റെ ഓർഡർ ഒക്കെ ചോദിക്കും സ്റ്റെപ്പ് ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ട്. ആദ്യം ബഡ് എടുക്കുന്നു, രണ്ടാമത് നമ്മൾ ആ റൂട്ട് സ്റ്റോക്കിലേക്ക് ജോയിൻ ചെയ്ത് കയറ്റി വെക്കുന്നു തൊലി നീക്കിയിട്ട്, മൂന്നാമത് ആ ബഡിന് വളരാനുള്ള ഗ്യാപ്പ് ഇട്ടിട്ട് എന്ത് ചെയ്യുന്നു? പോളിത്തീൻ കവർ ചെയ്ത് മാറ്റുന്നു. പിന്നീട് അത് നമ്മൾ ഒരു പോട്ടിലേക്ക് അല്ലെങ്കിൽ എങ്ങോട്ടേക്കാണോ മാറ്റി വെച്ച് വളർത്തേണ്ടത് അതിലേക്ക് മാറ്റുന്നു. ഇതാണ് ബഡിങ്ങിന്റെ. അപ്പൊ ടീ ഷേപ്ഡ് കട്ടൊക്കെ എടുത്തിട്ടാണ് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നത്? മുറിച്ചു മാറ്റുന്നത്. അപ്പൊ അതിന്റെ ഷേപ്പ് ഓർത്ത് വെക്കുക, ടീ ഷേപ്ഡ് കട്ടാണ് കേട്ടോ. ഇനി അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് ഹൈബ്രിഡൈസേഷൻ അല്ലെങ്കിൽ വർഗസങ്കരണം. വർഗസങ്കരണം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല മക്കളെ, നമുക്ക് വേണ്ട രണ്ട് ക്വാളിറ്റിയിലുള്ള രണ്ട് വെറൈറ്റീനെ തമ്മിൽ യോജിപ്പിച്ച് പുതിയൊരു വെറൈറ്റീനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു. അത്രയേ ഉള്ളൂ ഹൈബ്രിഡൈസേഷൻ. അപ്പം ഈ ഒരു സെൽ പോളിനേഷൻ ഒരേ തരത്തിലുള്ള ഒന്നിൽ തന്നെ എന്ത് ചെയ്യുന്നു? പ്ലാന്റ്സ് തന്നെത്താൻ എന്ത് ചെയ്യുന്നു? പരാഗണം നടത്തി ഒരേ ടൈപ്പ് പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. എന്നാൽ വ്യത്യസ്ത ഇനങ്ങളെ യോജിപ്പിച്ച പുതിയൊരു വെറൈറ്റീനെ, പുതിയൊരു ഇനത്തെ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഹൈബ്രിഡൈസേഷൻ ടെക്നിക്ക് എടുക്കുന്നത്. അപ്പൊ നമ്മൾ ഈ കോക്കനട്ടിൽ, നമ്മൾ തെങ്ങിലൊക്കെ ടീൻജൂടി തെങ്ങെന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതൊക്കെ ഈ രീതിയിൽ തന്നെ നമ്മൾ ഹൈബ്രിഡൈസ് ചെയ്ത് അല്ലെങ്കിൽ ഈ രീതിയിൽ വർഗസങ്കരണം നടത്തി ഉണ്ടാക്കുന്നതാണ്. അപ്പൊ കൃത്രിമ പരാഗണം, ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ഒക്കെ നടത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന് വേണ്ടിയിട്ട് നടത്താൻ പറ്റും. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്വപരാഗണം തടയുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഈ ആന്തറിനെ റിമൂവ് ചെയ്യും. അതായത് നമ്മൾ ഈ എന്ത് ചെയ്യുന്നു? കേസരങ്ങളെ റിമൂവ് ചെയ്യും അല്ലെങ്കിൽ ഒഴിവാക്കും. അപ്പൊ എന്ത് ചെയ്യില്ല? അതേ ഫ്ലവറിലേക്ക് തന്നെ പോളിനേഷൻ നടക്കില്ല. അപ്പൊ കേസരങ്ങളെ ഒഴിവാക്കിയിട്ട് ഈ പൂവിലേക്ക് എന്ത് ചെയ്യുന്നു? വേറെ ഒരു അതേ സ്പീഷീസിൽ തന്നെ അല്ലെങ്കിൽ അതേ വർഗത്തിൽപ്പെട്ട വേറൊരു ഫ്ലവറിൽ നിന്ന് ആന്തറിനെ എടുത്ത് ഇതിലേക്ക് ജോയിൻ ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യും? രണ്ട് അല്ലെങ്കിൽ ഇതേ ഇനത്തിൽപ്പെട്ട വ്യത്യസ്ത ഗുണങ്ങൾ, ഒന്നിൽ നല്ല വെള്ള കളറിലുള്ള നല്ല ഫ്രൂട്ട് ഉണ്ടാക്കുന്ന പ്ലാന്റ് ആണെങ്കിൽ മറ്റേതിന് എന്താകും? ഡിസീസ്, രോഗങ്ങളൊന്നും ബാധിക്കാത്ത കഴിവുണ്ടെങ്കിൽ അങ്ങനെ രണ്ടിനെയും കൂടെ യോജിപ്പിച്ച് നല്ല ഒരു ഇനത്തെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം അങ്ങനെ എന്ത് ചെയ്യുന്നു? രണ്ടിനെയും കൂടെ യോജിപ്പിച്ച് പരാഗരേണുക്കൾ ഇതിലേക്ക് ഇട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പോളിത്തീൻ കവർ ചെയ്ത് കണ്ടോ ഇതുപോലെ കൂട്ടിലാക്കി വെക്കും. എന്നിട്ട് ഇത് പരാഗണം നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഈ കൂടൊക്കെ മാറ്റി പോളിത്തീൻ കവറൊക്കെ മാറ്റി അത് പുതിയ ഒരു പ്ലാന്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യും. സോ ഹൈബ്രിഡൈസേഷൻ ഇസ് എ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് സീഡ്സ് ബൈ ആർട്ടിഫിഷ്യലി പോളിനേറ്റിംഗ് ടു പ്ലാന്റ് വിച്ച് ആർ ഡിഫറെന്റ് ക്വാളിറ്റി ബിലോങ് ടു സെയിം സ്പീഷീസ്. ഒരേ വർഗത്തിൽപ്പെട്ട രണ്ട് ഗുണമേന്മയുള്ള ചെടികളെ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യാണ്? അവരെ ഒരു കൃത്രിമ പരാഗണം നടത്തി അവരെ യോജിപ്പിക്കുകയാണ്. എന്നിട്ടോ രണ്ട് ഗുണങ്ങൾ ചേർന്ന പുതിയ ഒരു ഇനത്തെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന വിത്തിനെ സങ്കരീനം വിത്തുകൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹൈബ്രിഡ് സീഡ്സ് എന്ന് പറയുന്നു. ഈ ചെയ്യുന്ന പ്രക്രിയയെ നമ്മൾ ഹൈബ്രിഡൈസേഷൻ അല്ലെങ്കിൽ സങ്കരീനം അല്ലെങ്കിൽ വർഗസങ്കരണം എന്ന് പറയുന്നു. അതിനുള്ള ഉദാഹരണങ്ങളാണ് ഈ ടേബിൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ടതാണ്. ചില്ലിന്റെ ഉദാഹരണങ്ങളാണ് ഉജ്ജ്വല, ജ്വാലാമുഖി, പി, ജ്യോതിക, ഭാഗ്യലക്ഷ്മി, പാഡി, പവിത്ര, അന്നപൂർണ. നെല്ലിന്റെ വിധനങ്ങളാണ്. കോക്കനട്ടില് ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര. വെണ്ടയിൽ നമുക്ക് കാണാം സൽകീർത്തി, കിരൺ. ഈ ടേബിളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നതാണ് കേട്ടോ. പിന്നെ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ നമുക്ക് കുറേ പഠിക്കാനുണ്ട്. ഇതിൽ കേരള കാർഷിക സർവകലാശാല എവിടെയാണെന്ന് ഓർത്തു നോക്കുക? മണ്ണുത്തി തൃശ്ശൂരിലാണ്. കിഴങ്ങുവള ഗവേഷണ കേന്ദ്രം CTCRI വരുന്നത് എവിടെയാണ്? ശ്രീകാര്യ തിരുവനന്തപുരം. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയത്താണെന്ന് ആലോചിക്കുക. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കാസർഗോഡിലാണ്. അപ്പൊ ഓരോന്നും എവിടെയാണ് എന്നും കൂടെ മനസ്സിലാക്കി വെക്കുക. ഇത് നിങ്ങൾക്ക് USSനൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ഭാഗം കൂടിയാണ് കേട്ടോ. അപ്പൊ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ റിസർച്ചസ് എവിടെയാണെന്ന് പഠിച്ചു വെക്കണേ. ഓരോ സ്ഥലമാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്, ഓരോന്നും എവിടെയാണെന്ന്. ഇനി നമുക്ക് കൃഷി ചെയ്യാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് മണ്ണ്. അപ്പൊ മണ്ണില് സ്വാഭാവികമായിട്ടും ചെടികൾ വളരും. എങ്കിലും നല്ല ഗുണമേന്മയോടെ തന്നെ നമുക്ക് എന്താ വിത്തുകൾ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ നല്ല ഒരു ഫ്രൂട്ട്സ് നമുക്ക് വേണ്ട ഈൽഡ് കൂട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? വളപ്രയോഗം നടത്തും, ഫെർട്ടിലൈസേഴ്സ് ആഡ് ചെയ്യും. അപ്പൊ അതിന് നല്ല ഓർഗാനിക് ആയിട്ടുള്ള വളങ്ങളാണ് എന്ത്? കമ്പോസ്റ്റ് വളം, NPK വളം, എല്ലുപൊടി, കോഴിക്കാഷ്ടം, ഇതൊക്കെ. അതല്ലാതെ എന്ത് ചെയ്യാം? കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, രാസ വളങ്ങളും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പം ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓർഗാനിക് മാറ്റർ, നമ്മൾ ഈ പറഞ്ഞ ചാണകം അല്ലെങ്കിൽ ജൈവ വസ്തുക്കളിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അതേപോലെ തന്നെ എന്താണ്? നല്ല കൂടുതലായിട്ട് ഇട്ടാലേ ചെടി നല്ലോണം വളരുള്ളൂ.
മൂന്നാമത്തേത് മണ്ണിനൊന്നും ഒരു കേടുമില്ല, നോട്ട് ഹാർംഫുൾ ടു ദ സോയിൽ, നിശ്ചിത ഘടകം മാത്രമായിട്ട് നൽകാൻ കഴിയില്ല. അതൊരു സിംഗിൾ കോമ്പോണന്റ് ആയിട്ട് കൊടുക്കാൻ പറ്റത്തില്ല, എല്ലാം കൂടെ ചേർന്ന ഒരു രീതിയിലാണ് ഇത് കിട്ടുന്നത്. എല്ലാം ഒരു നൈട്രജൻ മാത്രമായിട്ട് കൊടുക്കാൻ, ഫോസ്ഫറസ് മാത്രമായിട്ട് കൊടുക്കാൻ നമുക്ക് പറ്റത്തില്ല. പക്ഷെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൽ വരുമ്പോൾ ഇത് കെമിക്കൽസ് ആണ് ഉണ്ടാക്കുന്നത്, അതായത് ഇൻഡസ്ട്രിയിൽ ഫാക്ടറീസ് ഒക്കെ വെച്ചിട്ട് കുറഞ്ഞ അളവിൽ മാത്രം മതി. ഇതുമല്ല, കൂടുതലായിട്ട് ഉപയോഗിച്ചാൽ മണ്ണിന്റെ ഘടനയെ തന്നെ മാറ്റം വരും, മണ്ണിന്റെ ആ ഫെർട്ടിലിറ്റി ഒക്കെ നഷ്ടപ്പെടാനുള്ള കാരണമാകും. അത് മാത്രമല്ല, ഇത് ഓരോന്നും ഇപ്പൊ നൈട്രജൻ ഫോസ്ഫറസ് വേണ്ടത് മാത്രമാണെങ്കിൽ അത് മാത്രമായിട്ട് കൊടുക്കാനുള്ള ഫെർട്ടിലൈസേഴ്സ് ഫാക്ടറീസിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പൊ അതാണ് എന്ത് ചെയ്യുന്നത്, ഫെർട്ടിലൈസേഴ്സിന്റെ കാര്യത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. രണ്ടിന്റെ വ്യത്യാസം ചോദിക്കും, അത് പഠിച്ചു വെക്കാം. പിന്നെ ഇമ്പോർട്ടന്റ് ആണ് കീട നിയന്ത്രണം അല്ലെ. നമുക്ക് പെസ്റ്റ് കൺട്രോൾ എങ്ങനെ ചെയ്യാം, പെസ്റ്റ് കൺട്രോളിന്റെ ബെസ്റ്റ് മെത്തേഡുകളാണ് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ളത്. അതായത് മെക്കാനിക്കൽ കൺട്രോൾ, നമ്മളിപ്പം എന്തെങ്കിലും ഒരു ഫ്ലൈ ട്രാപ്പ് ഒക്കെ വെച്ചിട്ട് പിടിക്കുക, അല്ലെങ്കിൽ വല വെച്ചിട്ട് പിടിക്കുക, അല്ലെങ്കിൽ ലൈറ്റ് ലാംപ്സ് ഒക്കെ കത്തിച്ച് വെച്ചിട്ട് പാടത്ത് വരുന്ന ഈച്ചകളെയും മറ്റു സാധനത്തെയൊക്കെ പിടിക്കുക. അങ്ങനെ മെക്കാനിക്കൽ ആയിട്ട് നമ്മൾ ചെയ്യുന്നതിനെയാണ് മെക്കാനിക്കൽ കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലെ എന്തെങ്കിലും crush a handful of basil leaves and put in a steel plate, observe the plate, can you see that gold colored flies approaching the plate. അപ്പൊ ഇതുപോലെ ചില ഇലകളൊക്കെ നമ്മൾ ഇട്ടിട്ട് കഴിഞ്ഞാൽ ആ ഈച്ച അതിന് മണം വന്നിട്ട് അതിൽ കിടന്ന് ചത്തുപോകും. ഇതുപോലെ മെക്കാനിക്കൽ ആയിട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ മെക്കാനിക്കൽ കൺട്രോൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താ പറയുക, യാന്ത്രികപരമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. അല്ലാതെ വരുന്ന കീടനിയന്ത്രണമാണെന്ത്, ജൈവ നിയന്ത്രണം അല്ലെങ്കിൽ ബയോ കൺട്രോൾ എന്ന് പറയും. ബയോ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമുക്കിത് ചെടീനെ നശിപ്പിക്കുന്ന പെസ്റ്റ് ഏതാണോ അതിനെ കഴിക്കുന്ന മറ്റ് പെസ്റ്റുകൾ ഉണ്ടാവും അല്ലെ. അപ്പം ചെടികളിൽ വളരുന്ന പല കീടങ്ങളെയും നശിപ്പിക്കുന്ന മറ്റു തരത്തിലുള്ള വട്ടച്ചാടി അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ജീവികളുണ്ട്. അവരെ നമ്മൾ ഇതിലേക്ക് വിട്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ കീടങ്ങളെ തന്നെ പോയിട്ട് നശിപ്പിക്കും, ചെടിക്കോ മറ്റൊന്നിനും ഒരു ദോഷവും ഇല്ലാതെ. അപ്പം അവരുടെ തന്നെ പെസ്റ്റ് അല്ലെങ്കിൽ അവരെ തന്നെ കഴിക്കുന്ന ആ ഒരു പ്രേനെ വെച്ചിട്ട് അല്ലെങ്കിൽ പ്രിഡേറ്ററെ വെച്ചിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, കീടങ്ങളെ നശിപ്പിക്കുന്ന ഒരു മെക്കാനിസമാണിത്. ഇനി പെസ്റ്റ് കൺട്രോൾ മെഷേഴ്സ് എന്ന് പറയുന്നതിൽ ബയോളജി കൺട്രോൾ നിങ്ങൾ ഓർത്ത് വെക്കണം, ഫ്രോഗ്, മബുയ, കലോട്സ്, ബഗ്. എക്സാമ്പിൾ പഠിച്ചു വെക്കണേ, അരണ, ഓന്ത് തുടങ്ങിയ ജീവികളാണ് ബയോ കൺട്രോൾ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതല്ലാതെ കെമിക്കൽ ആയിട്ട് യൂസ് ചെയ്യും പെസ്റ്റിസൈഡ്സ്, കീടനാശിനികളുണ്ട്, രാസകീടനാശിനികളുണ്ട്, ജൈവ കീടനാശിനികളുണ്ട്. അപ്പൊ പുകയില കഷായം അത്തരത്തിലൊക്കെ നമ്മൾ രാസകീടനാശിനികൾ ഉപയോഗിക്കുന്നതാണ്, അല്ല ഓർഗാനിക് പെസ്റ്റിസൈഡ്സിൽ യൂസ് ചെയ്യുന്നതാണ്. അത് നമ്മൾ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ്. അല്ലാതെ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുന്നതിന് വളരെ പ്രശ്നമാണ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, എൻഡോസൾഫാൻ ഒക്കെ വളരെയധികം നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പൊ അതിന്റെ ദോഷവും ഗുണങ്ങളും എന്തായാലും പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ രാസവസ്തുക്കൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന കീടനാശിനികളെ രാസകീടനാശിനികളെന്നും, നമ്മളെ ജൈവ സാധനങ്ങൾ അതായത് പുകയില കഷായം, വേപ്പെണ്ണ ഇമൽഷൻ, വെളുത്തുള്ളി കാന്താരി മിശ്രിതം, അതൊക്കെ ഗാർലിക് കാന്താരി ആൻഡ് മിക്സർ, ഇതൊക്കെ ഓർഗാനിക് പെസ്റ്റിസൈഡ്സ് ആണ്. അപ്പൊ ഇതിന്റെ എക്സാമ്പിൾസ്, ഉദാഹരണങ്ങൾ പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. പക്ഷെ കൂടുതൽ വെയിറ്റേജ് വരുന്ന ഒരു ഭാഗം കൂടിയാണ്. അപ്പൊ നല്ലോണം തന്നെ ഫോക്കസ് ചെയ്ത് പഠിക്കുക. കൂടുതൽ ചോദ്യങ്ങളും കോൺസെപ്റ്റ് ഒക്കെ ക്ലിയർ ആക്കാൻ മിസ് ലൈവിൽ വരും, അവിടെ എല്ലാവരും വരാം. സീ യു സൂൺ ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. ബൈ ബൈ മക്കളി, ഓൾ ദി ബെസ്റ്റ്.